നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സെലിബ്രിറ്റീസിനുണ്ടായ യഥാർത്ഥ ഗോസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പലരും ഗോസ്റ്റ് എക്സ്പീരിയൻസിനെ പറ്റി വീഡിയോ ചെയ്യുവാൻ ഒരുപാട് കമന്റ് ചെയ്തിരുന്നു. അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു വീഡിയോ. സെലിബ്രിറ്റീസിന്റെ ഗോസ്റ്റ് എക്സ്പീരിയൻസിനെ പറ്റി നമ്മൾ ടോട്ടൽ 4 പാർട്ടുകൾ ചെയ്തിരുന്നു. ഇത് 5ാമത്തെ പാർട്ടാണ്. അപ്പോൾ ഈ ലിസ്റ്റിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് നമ്മുടെ ഡെഡ്പൂൾ നായകൻ റയാൻ റെനോൾഡ്സിന്റേതാണ്. 1979 അമിത് വില്ലി എന്ന ഹോളിവുഡ് സിനിമ പുറത്തിറങ്ങി. ഇതൊരു ഹൊറർ മൂവി ഫ്രാഞ്ചൈസ് ആണ്. 1996 വരെ ഏകദേശം 8 സിനിമകൾ പുറത്തിറങ്ങി. ശേഷം 2005 ഈ സിനിമയുടെ റീമേക്ക് പുറത്തിറങ്ങി. ഇതിലെ ഒരു മെയിൻ ക്യാരക്ടർ ആയിരുന്നു നമ്മുടെ റയാൻ റെനോൾഡ്സ്. 2005 പുറത്തിറങ്ങിയ സിനിമ ഒരു യഥാർത്ഥ സംഭവത്തെ ബേസ് ചെയ്തുള്ളതാണ്. സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന ടൈമിൽ റയാൻ റെനോൾഡ്സും ബാക്കി ക്രൂ മെമ്പേഴ്സും ഒരേപോലെ പറഞ്ഞൊരു കാര്യമാണ്, താൻ ഉറങ്ങിയതിന് ശേഷം കൃത്യം വെളുപ്പിന് 3:15 ആവുമ്പോൾ ഉറക്കത്തിൽ നിന്ന് താൻ ഞെട്ടി എണീറ്റിരുന്നു എന്നത്. മറ്റൊരു കാര്യം എന്തെന്നാൽ ഈ സിനിമയെ ബേസ് ചെയ്തുള്ള യഥാർത്ഥ ഫാമിലി കൃത്യം 3:15 റിയൽ ലൈഫിൽ കൊല്ലപ്പെട്ടത്. അടുത്തൊരു സംഭവം നടക്കുന്നത് മറ്റൊരു ഹോളിവുഡ് നടനായ ജെഫറി ഡീൻ മോർഗാനാണ്. നിങ്ങൾ വാക്കിംഗ് ഡെഡ് സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇദ്ദേഹത്തെ പെട്ടെന്ന് തിരിച്ചറിയാം. ഇദ്ദേഹമാണ് വാക്കിംഗ് ഡെഡിലെ നേഗൻ എന്ന ക്യാരക്ടറെ ഐക്കോണിക് ആക്കി മാറ്റിയത്. 2012 ഇദ്ദേഹം പൊസേഷൻ എന്നൊരു സിനിമയിൽ അഭിനയിച്ചു. ഇതും ഒരു ഗോസ്റ്റ് മൂവിയായിരുന്നു. ഈ ഒരു സിനിമയിൽ ഡിബൂക്ക് ബോക്സിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ എസ്ര സിനിമയിൽ കണ്ട സെയിം ഡിബൂക്ക് കോൺസെപ്റ്റ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഡിബൂക്ക് ബോക്സ് ആർട്ട് വർക്കേഴ്സിനെ കൊണ്ട് ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കി. സിനിമയുടെ ഷൂട്ടിംഗ് ടൈമിൽ താൻ ഒരുപാട് പാരാനോർമൽ ആക്ടിവിറ്റീസ് എക്സ്പീരിയൻസ് ചെയ്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിൽ ഒരു കാരണവുമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് ബൾബ് പൊട്ടിത്തെറിക്കുമായിരുന്നു. വലിയൊരു സംഭവം എന്തെന്നാൽ ഒരു ദിവസം ഷൂട്ടിങ്ങിനിടയിൽ സെറ്റിൽ മൊത്തം തീ പിടിച്ചു. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആർക്കും വലിയ പരിക്കുകളൊന്നും പറ്റിയില്ല. പക്ഷേ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഡിബൂക്ക് ബോക്സ് കത്തിനശിച്ചു. പിന്നീട് പല ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയെങ്കിലും തീ പിടിച്ചതിന്റെ കാരണം കണ്ടുപിടിക്കാനേ സാധിച്ചിട്ടില്ല. എവിടെയും ഷോർട്ടായിട്ടില്ല, തീ പിടിക്കാനുള്ള സാഹചര്യവുമില്ല. എന്നിട്ടും തീ പിടിച്ചു. അടുത്തത് 2013 പുറത്തിറങ്ങിയ കോഞ്ചറിങ് എന്ന സിനിമയിലെ ലോറിൻ വാറിനെ അവതരിപ്പിച്ച വെര ഫാർമിക എന്ന നടിക്കും സിനിമയുടെ ഡയറക്ടറായ ജെയിംസ് വാനും ഉണ്ടായ അനുഭവമാണ്. ജെയിംസ് വാൻ പറയുന്നത്, കോഞ്ചറിങ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയ ദിവസം മുതൽ തന്റെ ഡോഗ് റൂമിന്റെ ഒരു എഡ്ജിൽ നോക്കി തുടർച്ചയായി കുറയ്ക്കുന്നുണ്ടായിരുന്നു. എന്താണ് കാരണമെന്നറിയില്ല. ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞ ദിവസം ഡോഗിന്റെ പെരുമാറ്റം നോർമലായി. പിന്നീട് അങ്ങനെ കുറച്ചിട്ടില്ല. പിന്നീട് സെക്കൻഡ് ഷെഡ്യൂൾ തുടങ്ങിയപ്പോൾ വീണ്ടും ഡോഗ് റൂമിന്റെ ഒരു എഡ്ജിൽ നോക്കിയിരുന്ന് കുറയ്ക്കാൻ തുടങ്ങി. കറക്റ്റ് സെക്കൻഡ് ഷെഡ്യൂള് തീർന്ന ദിവസമാണ് കുര നിർത്തിയത്. 2 ഷെഡ്യൂളിന് ശേഷം പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മറ്റൊരു കാര്യം എന്തെന്നാൽ ഷൂട്ട് ചെയ്ത ഈ 2 ഷെഡ്യൂളും സിനിമയിലെ ഗോസ്റ്റ് സീനുകളായിരുന്നു. കോഞ്ചറിങ് എന്ന സിനിമയും യഥാർത്ഥ സംഭവത്തെ ബേസ് ചെയ്തുള്ളതാണ്. അടുത്തത് നടിക്കുണ്ടായ അനുഭവമാണ്. കോഞ്ചറിങ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ ദിവസം നടി സ്വന്തം നാടായ ന്യൂയോർക്കിലേക്ക് തന്നെ മടങ്ങിപ്പോയി. നൈറ്റാണ് വീട്ടിലെത്തിയത്. വീട്ടിൽ കിടന്നുറങ്ങി പിറ്റേ ദിവസം എണീറ്റപ്പോൾ തന്റെ ബോഡിയിൽ 3 ക്ലോ മാർക്സ് കണ്ടു. ഇതെങ്ങനെ വന്നുവെന്ന് നടിക്ക് ഇന്നും അറിയില്ല. അടുത്തത് ഒരു സെലിബ്രിറ്റി അല്ല, നമ്മുടെ സബ്സ്ക്രൈബറിനുണ്ടായ അനുഭവമാണ്. ഒരുപാട് പേർ ഓരോരുത്തരുടെയും സ്വന്തം എക്സ്പീരിയൻസ് കമന്റ് ചെയ്തിരുന്നു. കോംപ്ലിക്കേറ്റഡ് ആയ വലിയ അനുഭവങ്ങൾ പലരും കമന്റ് ചെയ്തിരുന്നെങ്കിലും റിയലിസ്റ്റിക് ആയി തോന്നിയ ചില അനുഭവങ്ങൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അർജുൻ എന്ന സബ്സ്ക്രൈബറിനുണ്ടായ അനുഭവമാണ്. സംഭവം നടക്കുന്നത് 2007 അന്ന് ഇദ്ദേഹത്തിന് 16 വയസ്സുണ്ട്. ഇദ്ദേഹം CID മൂസ സിനിമ രാത്രി കാണുകയായിരുന്നു. സിനിമയുടെ തുടക്കത്തിൽ വീട്ടുകാരും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 11 മണിയായപ്പോൾ വീട്ടുകാരെല്ലാം ഉറങ്ങാനായി പോയി. ഇദ്ദേഹത്തെയും ഉറങ്ങാനായി നിർബന്ധിച്ചെങ്കിലും സിനിമ മുഴുവനായി കാണണമെന്ന് അർജുൻ വാശി പിടിച്ചു. അങ്ങനെ വീട്ടുകാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സിനിമ കഴിഞ്ഞാൽ ഉടനെ മറക്കാതെ ടിവിയും ലൈറ്റും ഓഫ് ചെയ്യണമെന്ന്. അർജുൻ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ സിനിമ കഴിഞ്ഞപ്പോൾ 11:45. അർജുൻ ആദ്യം ടിവിയുടെ സ്വിച്ച് ഓഫ് ചെയ്തു, പിന്നീട് ലൈറ്റുകൾ ഓഫ് ചെയ്തു. ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്, അടുക്കളയിൽ നിന്ന് ചെറിയ ചെറിയ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. പാത്രങ്ങളുടെ ശബ്ദം, ആരോ നടക്കുന്ന ശബ്ദം, അങ്ങനെ കിച്ചണിൽ നമ്മൾ കയറിയാലുള്ള പൊതുവെ കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നു. ഇദ്ദേഹം അമ്മ ഉറങ്ങിയിട്ടില്ല എന്ന് കരുതി കിച്ചണിൽ കയറി നോക്കിയപ്പോൾ അവിടെ ആരെയും കാണുന്നില്ല, ലൈറ്റും ഇട്ടിട്ടില്ല. ഇദ്ദേഹം വീടിന്റെ മുകളിലേക്ക് പോയി. അർജുനും ഫാമിലിയും ഫസ്റ്റ് ഫ്ലോറിലുള്ള റൂമാണ് യൂസ് ചെയ്യുന്നത്. റൂമിൽ വന്ന് നോക്കിയപ്പോൾ വീട്ടുകാരെല്ലാം ഉറങ്ങുന്നുണ്ട്.
വീട്ടിൽ അച്ഛനമ്മയും അർജുനും മാത്രമേ ഉള്ളൂ. അങ്ങനെ റൂമിന്റെ ഡോറിനടുത്ത് നിൽക്കുമ്പോൾ വീണ്ടും താഴെ നിന്ന് ശബ്ദങ്ങൾ കേൾക്കുന്നു. ആരോ നടക്കുന്ന ശബ്ദം പോലെ, പാത്രങ്ങൾ തമ്മിൽ മുട്ടുന്ന ചെറിയ ശബ്ദവും. അർജുന്റെ അച്ഛനൊരു പോലീസാണ്. അതുകൊണ്ട് തന്നെ കള്ളന്മാരൊന്നും വരില്ലെന്ന് ചെറുപ്പം മുതലേ ഇദ്ദേഹത്തിനോട് വീട്ടുകാരെപ്പോഴും പറയുമായിരുന്നു. ഒരു തമാശയ്ക്ക് പറയുന്നതാണ്. പക്ഷെ ആ ഒരു ധൈര്യം ഇദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഇദ്ദേഹം വീണ്ടും താഴെ ചെന്ന് നോക്കി. അവിടെ ആരെയും കാണുന്നില്ല. പിന്നീട് റൂമിലേക്ക് തന്നെ പോയി. പിന്നീട് ശബ്ദമൊന്നും കേട്ടില്ല. കുറെ നേരം കഴിഞ്ഞാണ് ഉറക്കം വന്നത്. പിറ്റേ ദിവസം ഈ ഒരു കാര്യം ഇദ്ദേഹം വീട്ടുകാരോട് പറഞ്ഞെങ്കിലും തനിക്ക് തോന്നിയതാണെന്നാണ് വീട്ടുകാർ പറഞ്ഞത്. പക്ഷെ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും അർജുൻ ഇന്നും വിശ്വസിക്കുന്നു താൻ 2 തവണ കാര്യമായ ശബ്ദങ്ങൾ തന്നെ അടുക്കളയിൽ നിന്ന് കേട്ടിരുന്നു. അടുത്തത് മറ്റൊരു ലേഡി സബ്സ്ക്രൈബറിനുണ്ടായ അനുഭവമാണ്. താൻ ഒരു ദിവസം പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുകയായിരുന്നു. സംഭവം നടക്കുന്നത് 2014 അന്ന് +2 എക്സാം ടൈം ആയിരുന്നു. പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പാണ് പൊതുവെ താൻ ശരിക്കൊന്ന് പഠിച്ചു തുടങ്ങുന്നത്. രാത്രിയാണ് പഠിക്കാറ്. പരീക്ഷയ്ക്ക് 1 മാസം മുമ്പൊന്നും താൻ പഠിക്കാറില്ല. പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ് രാത്രി മുഴുവനും ഉറക്കം കളഞ്ഞിരുന്ന് പഠിക്കും. ആ ഒരു പഠിപ്പ് ചില ദിവസങ്ങളിൽ 2 മണി വരെ നീണ്ടിട്ടുണ്ട്. ഒരു ദിവസം താൻ പതിവ് പോലെ പഠിക്കാനായിരിക്കുകയായിരുന്നു. താൻ അങ്ങനെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ പിറുപിറുക്കുന്ന പോലത്തെ ശബ്ദം. താൻ അങ്ങനെ വായന നിർത്തി. പിന്നീടൊന്നും കേൾക്കുന്നില്ല. ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല. കാരണം പഠിക്കണമെങ്കിൽ ലൈറ്റ് എന്തായാലും വേണം. അതുകൊണ്ട് തന്നെ തനിക്ക് പേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ പഠിക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് നമ്മുടെ സബ്സ്ക്രൈബർ പറയുന്നു. അങ്ങനെ തോന്നിയതാണെന്ന് കരുതി വീണ്ടും പഠിക്കാനായിരുന്നു. അങ്ങനെ താൻ ഒരു ഇംഗ്ലീഷ് പോയം വായിച്ചപ്പോൾ താൻ വായിച്ച വേർഡ് നമ്മൾ ശബ്ദം കുറച്ച് സംസാരിക്കുമ്പോഴുള്ള ആ ഒരു ടോണിൽ, അതായത് തന്നോടൊപ്പം ആരോ വായിച്ചതുപോലെ, അതായത് മറ്റൊരു ടോണിൽ എക്കോ പോലൊരു ശബ്ദം താൻ തന്നെ കേട്ടു. നമ്മുടെ സബ്സ്ക്രൈബർ പെട്ടെന്ന് റൂമിൽ നിന്നിറങ്ങി വീട്ടുകാരുടെ അടുത്തോട്ട് പോയി. പിന്നീട് ആ ദിവസം പഠിച്ചില്ല. ഈ ഒരു കാര്യം വീട്ടുകാരോട് പറഞ്ഞില്ല. കാരണം ഇത് തോന്നിയതാണോ എന്ന് നമ്മുടെ സബ്സ്ക്രൈബറിന് തന്നെ കൺഫ്യൂഷനാണ്. പിന്നീട് ഒരിക്കലും തനിക്ക് രാത്രി പഠിക്കാൻ തോന്നിയിട്ടില്ല എന്ന് നമ്മുടെ സബ്സ്ക്രൈബർ തന്നെ പറയുന്നു. അടുത്തൊരു സംഭവം നടക്കുന്നത് 2011 ഇതും ഒരു ലേഡി സബ്സ്ക്രൈബറിനുണ്ടായ അനുഭവമാണ്. 2011 ഞാൻ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു. വീട് ദൂരെയായതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ നിന്നാണ് ഞങ്ങൾ പഠിക്കുന്നത്. എന്റെ റൂംമേറ്റായി 3 ഫ്രണ്ട്സ് ഉണ്ട്. ഒരിക്കലൊരു ഫ്രണ്ട് വെക്കേഷന് നാട്ടിലേക്ക് പോയി തിരിച്ചെത്തിയത് ഒരു ചെറിയ ഓജാ ബോർഡുമായാണ്. യഥാർത്ഥ ഓജാ ബോർഡിന്റെ ലുക്കൊന്നും അതിനില്ല. വളരെ വില കുറഞ്ഞ ഒരു ചെറിയ ബോർഡ്. അതിന്റെ ഒരു സൈഡിൽ ചെസ്സാണ്, മറ്റേ സൈഡിൽ വേണമെങ്കിൽ ഓജാ ബോർഡും കളിക്കാം. അത്തരത്തിലുള്ള ഒരു ബോർഡ് പള്ളിപ്പെരുന്നാളിന് വാങ്ങിയതാണെന്നാണ് ഫ്രണ്ട് പറഞ്ഞത്. അതുകൊണ്ട് ഓജാ ബോർഡ് കളിക്കാമെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. വളരെ സിമ്പിളായ ഒരു ബോർഡാണെങ്കിലും യഥാർത്ഥ ഓജാ ബോർഡിന്റെ പോലെയുള്ള അറേഞ്ച്മെന്റ്സ് ആയിരുന്നു ഈ ഒരു ബോർഡിനും ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കളിക്കാൻ തുടങ്ങി. ആദ്യമെല്ലാം ഓജാ ബോർഡ് കൊണ്ടുവന്ന ഫ്രണ്ടാണ് കളി തുടങ്ങിയത്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒന്നും തന്നെ വന്നില്ല. ശേഷം ഫ്രണ്ട് പറഞ്ഞു സ്പിരിച്വൽ ആയിട്ടുള്ള എല്ലാം തന്നെ തൽക്കാലം റൂമിൽ നിന്ന് മാറ്റാൻ. ശേഷം രണ്ടാമത്തെ ഫ്രണ്ടിനോട് കളിക്കാൻ പറഞ്ഞു. പതിവ് പോലെ തന്നെ 1/2 മണിക്കൂർ ഇരുന്ന് കളിച്ചിട്ടും ഒന്നും തന്നെ സംഭവിച്ചില്ല. ശേഷം ഒട്ടും തന്നെ വിശ്വാസമേ ഇല്ലാത്ത എന്നോട് കളിക്കാൻ പറഞ്ഞു. ഞാനും കളിച്ചു തുടങ്ങി. 2 മിനിറ്റ് ആയപ്പോഴേക്കും കോയിൻ പതുക്കെ പതുക്കെ നീങ്ങാൻ തുടങ്ങി. കോയിൻ നീങ്ങുന്നത് ബോർഡിന്റെ മിനുസം കൊണ്ടാണെന്നും ഓജാ ബോർഡ് ഒരു ഫേക്ക് ആണെന്നും ഞാൻ ഫ്രണ്ട്സിനോട് കളി തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു. ഞാൻ പണ്ട് മുതലേ ആരെന്ത് പറഞ്ഞാലും അതിന്റെ സയന്റിഫിക് സൈഡ് മാത്രമേ നോക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ കോയിൻ മൂവായി തുടങ്ങിയപ്പോൾ ഞാൻ കോയിനിൽ അമർത്തി അങ്ങ് പിടിച്ചു. പക്ഷെ എന്ത് ചെയ്തിട്ടും കോയിൻ മൂവ് ആവുന്നുണ്ട്. അവസാനം പല വേർഡുകളിലേക്ക് കോയിൻ മൂവ് ആവാൻ തുടങ്ങി. വേർഡുകൾ കൂട്ടി വായിച്ചപ്പോൾ ക്രിസ്റ്റീന എന്ന പേര് കിട്ടി. ജനിച്ചിട്ടുന്നവരെ ആ ഒരു പേരിൽ ഒരാളെ ഞാൻ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല. എന്റെ പരിചയത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. പിന്നീട് കോയിൻ മൂവായില്ല. പിന്നീട് ഞങ്ങൾ ട്രൈ ചെയ്തെങ്കിലും ഒന്നും തന്നെ സംഭവിച്ചില്ല. എന്തു തന്നെ ആയാലും ഒട്ടും തന്നെ വിശ്വാസമില്ലാത്ത ഞാൻ കോയിൻ അനങ്ങുന്നത് കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി. മാത്രമല്ല റൂമിൽ ആരുടെയോ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഒരുപക്ഷെ അത് ആ ടൈമിൽ പേടി കൂടിയത് കൊണ്ട് തോന്നിയതാകാം. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ TV-യിൽ ഒരു ഷോ കണ്ടു. അതിൽ ഓജാ ബോർഡിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോഴാണ് എനിക്ക് കൂടുതൽ മനസ്സിലായത് ഈ ഓജാ ബോർഡിന്റെ കോയിൻ മൂവ് ആവുന്നത് ബോർഡിന്റെ പ്രത്യേകത കൊണ്ടല്ല. കോയിൻ മൂവ് ആക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് ഇത് മൂവ് ആക്കുന്നത്. നമ്മൾ പേടിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അറിയാതെ നമ്മൾ തന്നെ കോയിൻ മൂവ് ആക്കുന്നു. എന്തൊക്കെയായാലും പിന്നീട് എനിക്കത് കളിക്കാൻ തോന്നിയിട്ടില്ല.
A, 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 A. A? A? Wait a minute, this isn't a Ouija board. It's a Waluigi board!